ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ വിറകുകൾ കുറച്ച് നമുക്ക് മഴുകൊണ്ട് മുറിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് പ്രയാസമുള്ള മരങ്ങൾ വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ മുറിക്കാവുന്ന രീതിയിലുള്ള ഒരു മെഷീനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് അതിന് പുറമെ നമുക്ക് നമ്മുടെ വീട്ടിൽ മരങ്ങൾ കുറച്ച് വണ്ണമുള്ള മരങ്ങളുണ്ടെങ്കിൽ അതുകൂടി മുറിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണിത്. ഇലക്ട്രിക് ചെയിൻസോ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു ചെറിയ പറങ്കിമാവിൻ്റെ മരമാണ് ഇപ്പോൾ നമ്മൾ മുറ്റത്തേക്ക് മഴ കാരണം വന്ന് മുറ്റം നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളത് വെട്ടി ഒഴിവാക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ വണ്ണത്തിലുള്ള മരങ്ങളൊക്കെ നമുക്ക് നിഷ്പ്രയാസം ഇതുകൊണ്ട് മുറിക്കാം. ഇനി ഇതിൻ്റെ ഇൻസ്റ്റലേഷനെ പറ്റി പറയാം. ഇതാണ് ഇതിൻ്റെ മോട്ടറും അതുപോലെ സ്വിച്ചും ഉൾപ്പെടുന്ന ഭാഗം. ഇതാണ് ഇതിൻ്റെ ബാറ്ററി. പിന്നെ ഇത് ചെയിനാണ്. ഇതിൽ കണക്ട് ചെയ്യണം ഈ ചെയിനൊക്കെ. ഇതിൻ്റെ പേരാണ് ഗൈഡ് പ്ലേറ്റ്. ഇതിലാണ് നമ്മൾ ചെയിൻ ഫിറ്റ് ചെയ്യേണ്ടത്. ചെയിൻ ടൈറ്റ് ചെയ്യാൻ ഈ സ്ക്രൂ ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ ചാർജറാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ ഇത് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാറ്ററി. മറ്റുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ച് കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ് ഇതിലുള്ളത്. ഇനി ചെയിന് ഫിറ്റ് ചെയ്യുന്നത് കാണിക്കാം. ആദ്യം ഈ നട്ട് ഊരിയെടുക്കുക. ഇനി ചെയിൻ ഗാർഡ് പുറത്തേക്ക് ഊരി മാറ്റുക. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ചെയിന് ഗൈഡ് പ്ലേറ്റിൽ ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്യുമ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ചെയിനിൻ്റെ ടീത്തുകൾ കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്യണം കേട്ടോ. ചെയിന് ഏകദേശം സീറ്റിംഗ് ആക്കിയതിന് ശേഷം നമ്മൾ ആ കാണുന്ന ബോൾട്ടിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് മോട്ടോറിന്റെ പൽചക്രങ്ങൾ, ആ ഒരു പൂവിന്റെ ആകൃതിയിലുള്ളതാണ് പൽചക്രം, അതിനോട് കൂടി സീറ്റിംഗ് ആവുന്ന രീതിയിൽ തന്നെ വെക്കണം. ഇനി ചെയിന് കുറച്ച് ടൈറ്റ് ആക്കാൻ വേണ്ടി അതിന്റെ പിറകിൽ തന്നെ കാണാൻ ഒരു സ്ക്രൂ കാണുന്നില്ലേ? അപ്പൊ അതിൽ തന്നിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ആ സ്ക്രൂ കുറച്ച് ടൈറ്റ് ആക്കുക. ഇനി ചെയിന് മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് തിരിച്ചു നോക്കുക. ഇനി ചെയിൻ ഗാർഡ് വീഡിയോയിൽ കാണുന്ന പോലെ ഫിറ്റ് ചെയ്യുക. ഈ ചെയിൻ ഗാർഡിന്റെ മുകൾ ഭാഗം അങ്ങനെ ഫ്രീ ആയിട്ട് ഇളകുന്ന ടൈപ്പാണ്. ഇനി നട്ടെടുത്ത് ടൈറ്റ് ചെയ്യാം. ഇനി കുറച്ചുകൂടി ടൈറ്റ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്ക്രൂ പിടിച്ചിട്ട് ഒന്നുകൂടി ടൈറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ചെയിന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു വലിയ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു കാര്യമൊന്നുമല്ല. നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കുറച്ച് എളുപ്പമുള്ളൊരു പണി തന്നെയാണത്. ഇനി ഈ മോട്ടോറിന് ആവശ്യമായ കറണ്ട് കൊടുക്കുന്നത് ഈ ഒരു ചെറിയ ബാറ്ററിയാണ് കേട്ടോ. ഇത് AC അല്ല, DC വോൾട്ടേജ് ആണ്. ഷോക്ക് അടിക്കുന്നൊന്നും പേടിക്കാനില്ല. ഇനി നമ്മൾ ഈ ബാറ്ററി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 2 പല്ലുകൾ കണ്ടില്ല, ആ പല്ലുകളിലേക്ക് ഈ ബാറ്ററി ഇതുപോലെ ഇറക്കി വെക്കുകയാണ് വേണ്ടത്. അതായത് ഇങ്ങനെ സ്ലൈഡായിട്ട് നമ്മൾ ഗേറ്റ് ഒക്കെ മൂവ് ചെയ്യിക്കുന്ന പോലെ, സ്ലൈഡിങ് ഗേറ്റ് പോലെ തന്നെ ഈ ഒരു പല്ല് നോക്കിയിട്ട് ബാറ്ററി അങ്ങ് സീറ്റിംഗ് ആക്കിയാൽ മതി. ബാറ്ററിയുടെ പിറകിൽ അതിനുള്ള 2 ചാലുകൾ കാണാം, അതിലേക്ക് സീറ്റിംഗ് ആക്കി വെക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ ഇതിന്റെ പിറകിൽ ഇവിടെ ഒരു പോർട്ട് ഉണ്ട്. അവിടെയാണ് നമ്മൾ അഡാപ്റ്ററിന്റെ പിന്ന് കുത്തേണ്ടത്. ഇതാണ് അതിന്റെ നമ്മളെ ചാർജർ. ഇതാണ്
ഫോൺ ചാർജർ പോലെ. അപ്പോൾ അതിലേക്ക് പിറകിൽ കൊടുത്താൽ മതി. ഇനി ഇത് വർക്ക് ചെയ്യിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. 2 ബട്ടൺ ഉണ്ട് കേട്ടോ. അതാ നമ്മുടെ 2 വിരലിൽ 2 ബട്ടൺ നിങ്ങൾക്ക് ഒന്നിച്ച് കാണാം. അത് ഒരുമിച്ച് നമ്മൾ പ്രസ് ചെയ്തിട്ടാണ് മെഷീൻ വർക്ക് ചെയ്യിക്കുന്നത്. ഇടയ്ക്ക് ഇതേപോലെ ഒരു ഓയിലിംഗ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് കട്ടിങ് കുറച്ചുകൂടി എളുപ്പമാവാനും അതുപോലെ ബ്ലേഡിൻ്റെ ആ ഒരു ലൈഫ് കുറച്ച് കൂടുതൽ കിട്ടാനും എല്ലാം സ്മൂത്തായിട്ടുള്ള വർക്കിങ്ങിനെല്ലാം ഇതുപോലൊരു ഓയിലിംഗ് നല്ലതാണ്. ഇനി ഇതിൻ്റെ ചാർജിങ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിലിത്ര നില പിറകിൽ നമ്മൾ ആദ്യം പിന്ന് കൊടുക്കുക. എന്നിട്ട് പ്ലഗിൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ചാർജിങ് മോഡിൽ റെഡ് ലൈറ്റ് ആണ് കത്തുക. നമ്മൾ സപ്ലൈ കൊടുത്ത പാടെ ഗ്രീൻ ലൈറ്റ് ആണ്, പക്ഷെ ചാർജിങ് മോഡിൽ മാത്രമാണ് ഈ റെഡ് ലൈറ്റ് കത്തുക. ചാർജ് ഫുൾ ആയി കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റ്. അപ്പോൾ ചാർജിങ് മോഡിൽ മാത്രമാണ് റെഡ് ലൈറ്റ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു.